നമസ്കാരം. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ചർച്ച ഇപ്പോഴും തുടരുകയാണ്. യമനിലെ സൂഫി പണ്ഡിതൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആ കുടുംബത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് ഇപ്പോൾ നേരിട്ടുള്ള ചർച്ചകൾ സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകം. ഇതുവരെ അങ്ങനെ ഒരു ചർച്ച സാധ്യമായിരുന്നില്ല. മാത്രമല്ല, സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. മറ്റന്നാളാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന് യമൻ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സംബന്ധിച്ച് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. നേരത്തെയും ഇത്തരത്തിലുള്ള വധശിക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവിടെയാണ് പല വഴികളിലൂടെയുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്ന കാര്യമാണ്. അറ്റോർണി ജനറൽ ഇന്ന് കോടതിയെ അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. നയതന്ത്ര കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്ത് അയച്ചിരുന്നു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടായിരുന്നു അത്തരമൊരു കത്ത് അയച്ചത്. എന്നാൽ ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തലാലിൻ്റെ കുടുംബവുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടുത്തെ മതപണ്ഡിതനായിട്ടുള്ള ഹബീബ് ഉമറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. അതോടൊപ്പം തന്നെ യമൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളുണ്ട്. ഇത്തരത്തിൽ ദയാദാനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്നൊരു പ്രധാന ആവശ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നമുക്കറിയാം, യമൻ പോലെയുള്ള ഒരു രാജ്യത്ത് അവരുടേതായിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് അവർ മാറി ചിന്തിക്കുമോ, അങ്ങനെ ഒരു നടപടിയിലേക്ക് അവർ പോകുമോ, അതും തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. നിമിഷപ്രിയ മോചിതയാകണം എന്ന ആഗ്രഹത്തിലാണ് ഇപ്പോൾ കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത്. ദയാദാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ നടന്നിരുന്നു. ഇപ്പോഴും അവിടെ നിന്നും അറിയാൻ പറയുന്നത് ഇപ്പോഴും ദയാദാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് എന്ന് മാത്രമാണ്. മറ്റു ചില ഉപാധികൾ കൂടി ഇവർക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു. അതായത് ദയാദാനത്തിനൊപ്പം തന്നെ മറ്റു ചില സേവനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. ആ ചർച്ച നടക്കുന്നതിനിടെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി വന്നത്, അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടായത് എന്നതിലാണ് ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി ആകട്ടെ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നിമിഷയുടെ മോചനത്തിനായിട്ട് നാടൊന്നാകെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഇനി മുന്നിൽ അധികം സമയമില്ല എന്നതാണ്. അതായത് നാളെ ഒരു ദിവസം കൂടി മാത്രമാണുള്ളത്. മറ്റന്നാൾ ജൂലൈ 16-ാം തീയതിയാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ നിർണായകമാണ് ഓരോ നിമിഷവും എന്ന് തന്നെ പറയാൻ സാധിക്കും. അടിയന്തരമായ ഒരു ഇടപെടൽ ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം സാധ്യമായാൽ മാത്രമേ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. കാരണം മണിക്കൂറുകളായിട്ട് തുടരുന്ന ഒരു ചർച്ചയാണ്, കുടുംബാംഗങ്ങളുമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും തലാലിൻ്റെ സഹോദരൻ ഈ ഒരു ദയാദാനം കൈപ്പറ്റുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഇതുവരെ എടുത്തിട്ടില്ല. പണം നൽകുന്നത് മാത്രമല്ല, ചില സേവനങ്ങൾ, ആതുര ശുശ്രൂഷ രംഗവുമായി ബന്ധപ്പെട്ട് ചില സേവനങ്ങൾ നൽകുമെന്ന്, അതും യമൻ എന്ന രാജ്യത്തിന് തന്നെ നൽകുമെന്ന ചില ഉറപ്പുകളും കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോലി ഉറപ്പാക്കുമെന്ന ചില വാഗ്ദാനങ്ങളൊക്കെ തന്നെ നൽകുകയുണ്ടായി. പക്ഷെ നമുക്കറിയാം, യമനിലെ നിയമം അനുസരിച്ച് അവർ മതപരമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന, അത് അനുഷ്ഠിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവണം കേന്ദ്ര ഗവൺമെൻറ്റും ഇപ്പോൾ ഇങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക്, പരിമിതിയുണ്ട് എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനു മുൻപ് സാധ്യമായ വഴികളെല്ലാം തന്നെ തേടിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെയാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരനായിട്ടുള്ള അവിടുത്തെ മതപണ്ഡിതനുമായി അദ്ദേഹം ബന്ധപ്പെടുകയും ആ വഴിക്കുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുകയാണ്. അവസാനഘട്ട ചർച്ചകളാണ്. ഏതെങ്കിലും ഒരു സാധ്യത അങ്ങനെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ നിമിഷപ്രിയ തിരികെ നാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. നേരത്തെ തന്നെ യമൻ സർക്കാരിലേക്ക് ഭരണകൂടത്തിന് നിമിഷയുടെ അമ്മയും കത്തയച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ദയാദാനം കൈപ്പറ്റുക എന്നൊരു കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിന് ആ കുടുംബം തയ്യാറാകുന്നില്ല. വ്യക്തിപരമായി തന്നെ അവരതൊരു വിഷമമായിട്ട് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പണം കൈപ്പറ്റുന്നത് സന്നദ്ധമല്ല എന്നൊരു നിലപാടിലാണ് ഇത്രയും നാളും അവർ തുടർന്നത്. നമുക്കറിയാം, ഇവിടെ പല ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികളുണ്ട്. ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണം നൽകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ പണം സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഈ നിമിഷത്തിലും അവശേഷിക്കുന്നത്. ശരീഅത്ത് പോലെയുള്ള നിയമങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ പോലെ, ഒരുപക്ഷെ നമ്മുടെ കോടതികൾ ചിന്തിക്കുന്നത് പോലെ ഇത്രയും ലിബറലായിട്ടോ അല്ലെങ്കിൽ ആ തരത്തിൽ കുറച്ചുകൂടി നമ്മൾ പറയുന്ന തരത്തിലുള്ള മാനുഷിക പരിഗണനയൊക്കെ എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ആ
ശിക്ഷകൾ, അത് ശരികളുണ്ടാകും. ആ ശരികൾ ഒരുപക്ഷെ നമുക്ക് കഠിനമായിട്ടുള്ള ശിക്ഷകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇനി എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ഈ ഒരു കേസിൽ ആ രാജ്യം എങ്ങനെ ഇടപെടുന്നു, പ്രത്യേകിച്ചും അവിടുത്തെ ഗോത്ര വിഭാഗം, അവരെ സംബന്ധിച്ച് രൂഢമൂലമായിട്ടുള്ള വിശ്വാസം അവർ കൊണ്ടു നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതചര്യയിൽ പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ ചിന്തിക്കും, ഈ വിഷയത്തിൽ അവർ എങ്ങനെ ഇടപെടും, ഇതൊക്കെ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അവർ എടുക്കുന്ന ആ ഒരു തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഇനി മോചനം സാധ്യമാണോ അല്ലയോ എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ. ഏതായാലും നമുക്ക് മുന്നിൽ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നെഞ്ചെടുപ്പ് കൂട്ടുന്ന, ആശങ്ക കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വർഷങ്ങളായിട്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കഴിഞ്ഞ ദിവസം കേരള ഗവർണറെ കാണുന്ന സാഹചര്യമുണ്ടായി. ഗവർണറുടെ ഇടപെടലാണ് ഈ കാര്യത്തിൽ അവർ പ്രധാന ആവശ്യമായിട്ട് ഉന്നയിച്ചത്. ഇവിടെ നിന്നുള്ള MP-മാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടതാണ്. കേരള സർക്കാർ ഇടപെട്ടു, പാർലമെൻറ്റ് അംഗങ്ങൾ ഇടപെട്ടു, കേന്ദ്ര സർക്കാരിന് ഇടപെടലുണ്ടായി. അപ്പോൾ ആ തലത്തിൽ വിപുലമായിട്ടുള്ള പല വഴികളിലൂടെയുള്ള പരിശ്രമം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതൊന്നും തന്നെ ഫലവത്താകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ കാന്തപുരം നടത്തുന്ന ഇടപെടൽ അത് വളരെ നിർണായകമാണ്. ഏവരും വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം എന്ന് തന്നെ പറയാം.